കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടാലോ? കഥയുടെ പേരിതാണ് ഈശോയും ഒരു പിടി ചോറും. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഈശോയും ഒരു പാവപ്പെട്ട അമ്മയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്? ഈ കഥയിലൂടെ ഞാൻ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നു. ഒരു കൊടും വരൾച്ചാക്കാലം. കൃഷികളെല്ലാം നശിച്ചു, പുഴകൾ വറ്റി, ആളുകൾ വിശന്നു വലഞ്ഞു നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗ്രാമത്തിൽ മത്തായി എന്നു പേരുള്ള ഒരു കൊച്ചു ബാലനും അവൻ്റെ അമ്മയും ജീവിച്ചിരുന്നു. ഭർത്താവ് നേരത്തെ മരിച്ചുപോയ അമ്മ മത്തായിയെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. ദിവസങ്ങളോളം അവർക്ക് വിശപ്പടക്കാൻ ഒരു തരി ഭക്ഷണം പോലും കിട്ടിയില്ല. ഒരു ദിവസം രാവിലെ അമ്മ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ പഴയ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ഒരു പിടി ഉണങ്ങിയ ചോറ് മാത്രം. മത്തായി വിളിച്ചുണർത്തി ആ ചോറ് അവന് കൊടുക്കാൻ അമ്മ തീരുമാനിച്ചു. എന്നാൽ മത്തായി വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, "അമ്മേ, എനിക്ക് തീരെ വിശപ്പില്ല, അമ്മ അത് കഴിച്ചോളൂ." അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. വിശന്നിട്ടും അവൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്ന്. അമ്മ പറഞ്ഞു, "മോനെ, നീ ഇത് കഴിക്ക്, അമ്മയ്ക്കും വിശപ്പില്ല." എന്നാൽ മത്തായി നിർബന്ധിച്ചു, "ഇല്ല അമ്മേ, അമ്മ ഇത് കഴിക്കണം, എനിക്കും വിശപ്പില്ല." അങ്ങനെ ആ അമ്മയും മകനും ഒരു പിടി ചോറിനു വേണ്ടി പരസ്പരം തള്ളിപ്പറഞ്ഞു. ഒടുവിൽ ആ അമ്മ ഒരു തുള്ളി കണ്ണുനീരോടെ ആ ചോറ് രണ്ടായി ഭാഗിച്ച് മത്തായിക്കൊരു പാതിയും തനിക്കൊരു പാതിയും എടുത്തു. അവർ അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ വീടിന്റെ വാതിൽ ഒരു മുട്ടൽ കേട്ടു. ആരാണെന്നറിയാൻ അമ്മ വാതിൽ തുറന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തളർന്ന ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾ വിശപ്പിന്റെ വേദന നിറഞ്ഞു നിന്നു. "അമ്മേ, എനിക്കൊരു പിടി അന്നം തരുമോ? 2 ദിവസമായി ഞാൻ വല്ലതും കഴിച്ചിട്ട്," അയാൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. ആ അമ്മയുടെ കയ്യിലിരുന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു പിടി ചോറിന്റെ പകുതിയായിരുന്നു. അവനത് നൽകിയാൽ താനും മകനും പട്ടിണിയിലാകും. ഒരു നിമിഷം ആ അമ്മയുടെ മനസ്സിൽ വലിയൊരു സംഘർഷം നടന്നു. എന്നാൽ തൻ്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് മറ്റൊരാളുടെ വിശപ്പാണെന്ന് ആ അമ്മ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം പോലും വൈകാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചോറിന്റെ പാതി ആ അമ്മ ആ അപരിചിതന് നൽകി. "മകനെ, നീ ഇത് കഴിക്കൂ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ," ആ അമ്മ പറഞ്ഞു. ആ അപരിചിതൻ അത്ഭുതത്തോടെ അമ്മയെ നോക്കി. അയാൾ ചോറ് വാങ്ങി അത് മുഴുവനും കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, "അമ്മേ, നന്ദി, എൻ്റെ വിശപ്പ് മാറി. അമ്മയുടെ ഈ നന്മയ്ക്ക് ദൈവം അമ്മയ്ക്ക് പ്രതിഫലം നൽകും." അയാൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോയി. അമ്മയും മത്തായും വളരെ ദുഃഖിതരായി. കാരണം ഇനി അവർക്ക് കഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മത്തായി അമ്മയോട് ചോദിച്ചു, "അമ്മേ, ഇനി നമ്മൾ എന്തു ചെയ്യും?" അമ്മ മത്തായിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, "മോനെ, നമ്മൾ ഈശോയിൽ വിശ്വസിക്കുക. ഈശോ നമ്മളെ ഒരിക്കലും കൈവിടില്ല." അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നു. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അവരുടെ വാതിൽക്കൽ ഒരു വലിയ ചാക്കിൽ നിറയെ അരിയും പച്ചക്കറികളും പഴങ്ങളും, ഒപ്പം ഒരു ചെറിയ കുറിപ്പും. "നിങ്ങളുടെ നന്മയ്ക്ക് ഈശോ നൽകുന്ന വലിയൊരു സമ്മാനം. എന്നെന്നും ഈശോ നിങ്ങളോടൊപ്പം ഉണ്ടാകും." ആ അമ്മയുടെയും മത്തായിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിശപ്പടക്കാൻ ഒന്നുമില്ലാതിരുന്നപ്പോഴും മറ്റൊരാളുടെ ദുരിതം കണ്ടറിഞ്ഞ് സഹായിച്ച ആ അമ്മയുടെ വിശ്വാസത്തെ ഈശോ കൈവിട്ടില്ല. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ കയ്യിലുള്ളത് എത്ര കുറവാണെങ്കിലും അതൊരു മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ ഈശോ അത് വർദ്ധിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂടെ യേശു എന്നും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലും ഈശോ എപ്പോഴും കൂടെയുണ്ട്. വിഷമിച്ചിരിക്കുമ്പോൾ, ആരുമില്ലെന്ന് തോന്നുമ്പോൾ ഈശോയെ വിളിക്കുക. അവൻ നിങ്ങളെ കൈവിടില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.